നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചീനിക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മുതിർന്നവർക്കും കുഞ്ഞു കുട്ടികൾക്കും നൽകാൻ പറ്റുന്ന സ്വാദേറിയ ഒരു വിഭവമാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചു, വെള്ളം ഒഴിച്ചു. ചീനിക്കിഴങ്ങ്, മധുരക്കിഴങ്ങെന്ന് നമ്മൾ പറയും. ഇതിനെ കഴുകി വൃത്തിയാക്കി കഷണങ്ങളാക്കി വെച്ചിരിക്കുന്നത് ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഇടുന്നു. കുറച്ച് ഉപ്പും ഒഴിക്കാം. ഇതൊന്ന് വേകണം. മധുരക്കിഴങ്ങ് നമ്മൾ വേവിച്ച് തോലൊക്കെ കളഞ്ഞു വച്ചിരിക്കുകയാണ്. ഇതിനെ നമ്മൾ അരിയുക. മെഴുക്കുരട്ടിയാണല്ലോ, ചൂടാറി കഴിയുമ്പോൾ തോല് ഉരിച്ചിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കാം. ഞാൻ വട്ടം വട്ടമായിട്ടാണ് മുറിക്കുന്നത്. ഇനി ഒരു പാൻ എടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പിൽ വയ്ക്കുക. ചെറുതായിട്ട് നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ്. കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കും. ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു. ശകലം കടു അങ്ങോട്ട് ഇട്ട് കൊടുത്തു. 2 വറ്റൽമുളക് അങ്ങോട്ട് മുറിച്ചിട്ട് കൊടുത്തു. ഒരു പച്ചമുളക് കീറി അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അത് ഓപ്ഷണലാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണ്ട. പിന്നെ ഇഞ്ചി വേണമെങ്കിൽ ശകലം ഇട്ട് കൊടുക്കാം, അതും ഓപ്ഷണലാണ്. ഇഞ്ചിയുടെ ടേസ്റ്റ് താല്പര്യമുള്ളവർക്ക് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഇടാം. ഞാനിത് രണ്ടും ഇട്ടിട്ടില്ല. ഞാൻ പച്ചമുളകും സവാള അരിഞ്ഞു വെച്ചത്. നല്ലതുപോലെ ഒന്ന് സവാള വഴന്നു വരണം. ശകലം ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സവാള വഴന്നു വന്നിട്ടുണ്ട്. ഈ മധുരക്കിഴങ്ങ് അരിഞ്ഞു വെച്ചതിടാം. മധുരക്കിഴങ്ങ് വേവിച്ചപ്പം നമ്മൾ ഉപ്പിട്ടതാണ്. എന്നാലും ഉപ്പുണ്ട് കുറവാണെങ്കിൽ ഒരു ശകല ഉപ്പൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, മധുരക്കിഴങ്ങിന് കുറച്ചും കുരുമുളക് പൊടി ഇടുന്നത് നന്നായിരിക്കും. നമ്മുടെ മധുരക്കിഴങ്ങ് മെഴുക്കുവരട്ടി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.